അങ്ങനെ ഋതുട്ടൻ ആദ്യമായിട്ട് ബീച്ചിലോട്ട് പോവുക കേട്ടോ. അതായത് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. ഞാൻ ഇതുവരെ എവിടെയും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തോട്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ ഓരോന്നിങ്ങനെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ ആണെങ്കിൽ ബ്രൈഡലിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരോട് ചോദിച്ചിട്ട് 2-3 ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ 2-3 ഫാമിലി മെമ്പേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് നേരെ വിട്ട് ഇപ്പുറത്തെ സൈഡ് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് കായലും കടലും ഇങ്ങനെ കിടക്കുകയല്ലേ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വലിയ കുഴപ്പമില്ല. ഈ കടലിൻ്റെ ഭാഗത്ത് ഭയങ്കര കാറ്റാട്ടോ. അതുകൊണ്ട് അധികം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഋതുവാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി വ്യൂ ആട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതു പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെ പാല് കുടിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ആളിങ്ങനെ പെട്ടെന്ന് കരഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് നേരത്തെ എടുത്തിരുന്ന ഡ്രസ്സ് ചെറുതായതുകൊണ്ട് അച്ഛനത് മാറി വേറെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു. അങ്ങനെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് അടിപൊളിയായിട്ടൊരു ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തു.